السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ പറഞ്ഞിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, അഥവാ മനുഷ്യൻ അസൂയയിൽ നിന്ന് ശുദ്ധനായിക്കൊണ്ട്, എല്ലാവിധത്തിലുള്ള ദുശാഠ്യത്തിൽ നിന്നും ശുദ്ധനായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അസ്വസ്ഥനായിക്കൊണ്ട് നമസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ 40 ദിവസം കഴിയുന്നതിനു മുമ്പ് അള്ളാഹു അയാൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കും. എന്നാൽ ശുദ്ധഹൃദയവും എല്ലാവിധത്തിലുള്ള അസൂയയിൽ നിന്നും ശുദ്ധനായിരിക്കുകയും ചെയ്യേണ്ടത് അങ്ങേയറ്റം നിർബന്ധമായ കാര്യമാണ്. അതല്ല എങ്കിൽ അവിടുന്ന് ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, ആരാണോ ഹൃദയങ്ങളിൽ വിദ്വേഷം വെച്ചു പുലർത്തുന്നത്, കോപം വെച്ചു പുലർത്തുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധവും നല്ലതുമായ ചിന്തകളില്ലാത്തത്, അവർ എല്ലായ്പ്പോഴും ഇത് തന്നെയായിരിക്കും പറയുക, ഞങ്ങൾക്ക് അള്ളാഹു സ്വപ്നത്തിൽ മാർഗദർശനം നൽകിയില്ല, അല്ല എങ്കിൽ അങ്ങേക്ക് എതിരിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഏതായിരുന്നാലും ആരാണോ ശുദ്ധഹൃദയത്തോടുകൂടി അപ്രകാരം ചെയ്യുന്നത്, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാർഗദർശനം ലഭിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലും അങ്ങയുടെ ജീവിതത്തിലും സ്വപ്നങ്ങൾ മുഖേന മാർഗദർശനം നൽകുകയുണ്ടായി. ഒരു സദസ്സിൽ പരാമർശം ഉണ്ടായി, ലാഹോറിൽ നിന്ന് ഒരാളുടെ കത്ത് വന്നു. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കപ്പെട്ടു. അവിടുന്ന് സത്യവാനാണ്. അദ്ദേഹം ഒരു ഫക്കീറിന്റെ മുരീദായിരുന്നു. ഒരു ഫക്കീറുമായി അദ്ദേഹത്തിന് ശിഷ്യബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം ദാദാ ഗഞ്ച് ബക്ഷിന്റെ മക്ബറക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. ആ വ്യക്തി ഈ ഫക്കീറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിർസ സാഹിബിന് ഇത്രയും കാലമായി പുരോഗതി കൈവരുന്നത് അദ്ദേഹത്തിന്റെ സത്യതയ്ക്കുള്ള തെളിവാണ്. അവിടെ മറ്റൊരു ഫക്കീർ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബാബ ഞങ്ങൾക്കും ചോദിക്കാൻ അവസരം നൽകിയാലും. പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു മിർസ മൗലയാണ്. അപ്പോൾ അയാളോട് ആദ്യത്തെ ഫക്കീർ പറഞ്ഞു, മൗലാന എന്നായിരിക്കും പറഞ്ഞത്. അദ്ദേഹം നിന്റെയും എന്റെയും നമ്മുടെ എല്ലാവരുടെയും നേതാവാണ്. ഇത് കേട്ട് ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ കാലത്ത് സ്വപ്നവും ദർശനവും വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തോന്നുന്നത് അള്ളാഹു ആളുകൾക്ക് സ്വപ്നങ്ങളിലൂടെ അറിവ് നൽകുകയാണ് എന്നാണ്.
അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലായിടത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ ആകാശത്ത് വെട്ടുകിളികൾ പറന്ന് നടക്കുന്നുവോ, അവർ ഹൃദയങ്ങളിൽ ഈ കാര്യം ഇട്ടുകൊണ്ടിരിക്കുന്നു, വിശ്വസിക്കുക വിശ്വസിക്കുക. പിന്നീട് ഒരാളുടെ അവസ്ഥയെ വിവരിച്ചു. അയാൾ ഹുസൂറിനെ എതിർത്തുകൊണ്ട് ഗ്രന്ഥം എഴുതാൻ ഉദ്ദേശിച്ചു. എന്നാൽ സ്വപ്നത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഖണ്ഡനം എഴുതാൻ തുനിയുകയാണ്, എതിർത്ത് എഴുതുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മിർസ സാഹിബ് സത്യവാനാണ്. അള്ളാഹു സത്പ്രകൃതക്കാരായ ആളുകൾക്ക് തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയും മാർഗദർശനം നൽകുന്നു. അയാൾ എതിരാളിയായിരുന്നു. അയാൾ അങ്ങേക്കെതിരിൽ എഴുതാനായി ആഗ്രഹിച്ചു. എന്നാൽ അയാളുടെ ഏതോ ഒരു നന്മ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് സ്വപ്നത്തിൽ അയാളെ ഈ കാര്യത്തിൽ നിന്ന് തടയുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ പരമ്പര ഇന്നും നിലനിൽക്കുന്നു. സത്പ്രകൃതക്കാരായ ആളുകൾക്ക് അള്ളാഹു മാർഗദർശനം നൽകുന്നു. അവർ മാർഗദർശനത്തിനു വേണ്ടി അവന്റെ മുമ്പിൽ കുനിയുമ്പോൾ ചില സമയത്ത് അറിയുക പോലും ഇല്ല. എന്നാൽ അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകുന്നു. മസീഹ് മൗഊദ് വന്നിരിക്കുന്നു. ചില സമയത്ത് ചിലർക്ക് അറിയുന്നതായിരിക്കാം. അള്ളാഹുവിൽ നിന്ന് അവർ മാർഗദർശനം ആഗ്രഹിക്കുന്നു. അപ്പോൾ അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതയെക്കുറിച്ച് മാർഗദർശനം നൽകപ്പെട്ട ഒരു സംഭവം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ മാലിയിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഇപ്രകാരം ഉണ്ടായി. അവിടുത്തെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, മുസ്തഫ ദിയാലു സാഹിബ് ഒരു ദിവസം സ്വപ്നം കണ്ടു. അദ്ദേഹം സ്വർഗത്തിൽ ഒരു മനോഹരമായ ഭവനത്തിൽ ആണ്. വീടിന്റെ ഒരു ഭാഗത്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ വെളുത്ത നിറത്തിലുള്ള ഒരു മഹാത്മാവിന്റെ ഫോട്ടോ ഉണ്ട്. അദ്ദേഹം തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, സ്വപ്നത്തിന് കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹം തന്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ മഹാത്മാവിന്റെ ഫോട്ടോ കണ്ടു. അദ്ദേഹം തന്റെ സുഹൃത്തിനോട് ഫോട്ടോയിൽ കണ്ട മഹാത്മാവിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇമാം മഹദിയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ സ്വപ്നം കേൾപ്പിച്ചു. അഹമ്മദിയത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് കരസ്ഥമാക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ അഹമ്മദി സുഹൃത്ത് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ മാസാന്തര പൊതുയോഗമാണ്, താങ്കൾ എന്നോടൊപ്പം വരിക. അവിടെ ചെന്ന് താങ്കൾക്ക് മുബല്ലിഗിനോട് എല്ലാവിധത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അങ്ങനെ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനു ശേഷം അഹമ്മദിയാകുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ ഇതുകൂടി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരും ഈ സത്യം സ്വീകരിക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി തന്റെ സഹോദരി സഹോദരന്മാർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് ബൈഅത്ത് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം അത്താഴ സമയത്ത് എല്ലാ സഹോദരി സഹോദരന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ അദ്ദേഹം അഹമ്മദിയത്തിനെ കുറിച്ചുള്ള തന്റെ സ്വപ്നം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും ബൈഅത്ത് ചെയ്യാനായി പറഞ്ഞു. അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ പുതിയ മതം സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്തായിരുന്നാലും ബൈഅത്ത് ചെയ്യുകയാണ്. പറയുന്നു, സുബൈ നമസ്കാരത്തിനു ശേഷം അദ്ദേഹം കുറച്ചു സമയത്തേക്കായി കിടന്നു. ഉറക്കം വന്നു. സ്വപ്നത്തിൽ കണ്ടു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സൂറത്തുൽ ഹിജ്റിലെ 30 മുതൽ 31 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാനായി പറഞ്ഞിരിക്കുകയാണ്. ഉണർന്നതിനു ശേഷം അദ്ദേഹം മിഷൻ ഹൌസിൽ വന്നു. തന്നോടുള്ള സഹോദരി സഹോദരന്മാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും ചോദിച്ചു. അപ്പോൾ മുറബി സാഹിബ് വിശുദ്ധ ഖുർആനിൽ ആ ആയത്തുകൾ എടുത്തു കാണിച്ചു. അതിൽ ആദമിന്റെ സൃഷ്ടിപ്പിന് ശേഷം മലക്കുകൾ സുജൂദ് ചെയ്തതും ഇബ്ലീസ് നിഷേധിച്ചതിന്റെ പരാമർശമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു, ഇന്ന് രാവിലെ നടന്ന സംഭവം അതിനെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മാർഗദർശനമാണ്. താങ്കൾ ബൈഅത്തിൽ വന്നത് യഥാർത്ഥത്തിൽ മലക്കുകളുടെ രീതിയാണ്. അദ്ദേഹം അപ്പോൾ തന്നെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ജമാഅത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ കർമ്മനിരതനായ ഒരു മെമ്പറാണ്. അതുപോലെ തന്നെ
ഐവറി കോസ്റ്റിലെ നഗരം ഗ്രിലാവോയിലെ നവ അഹമ്മദി സുഹൃത്ത് കുനിയാമ ആദ്മ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തന്റെ അഹമ്മദിയത്വ സ്വീകരണത്തിന്റെ സംഭവം വിവരിക്കുന്നു. പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ പോയിരിക്കുകയാണ്. അവിടെ എന്താണ് ഞാൻ കാണുന്നത്? പള്ളി നമസ്കാരക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നമസ്കാരത്തിനു വേണ്ടി ഒരു ഭാഗത്ത് എന്റെ നമസ്കാരപ്പായ വിരിക്കുന്നു. പെട്ടെന്ന് ഒരാൾ എന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ ഏതു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ആണ്? എന്നിൽ നിന്ന് എന്റെ നമസ്കാരപ്പായ വാങ്ങിക്കുന്നു. ഞാൻ അയാൾക്ക് മറുപടി നൽകുന്നു, ഞാൻ അഹമ്മദി മുസ്ലിമാണ്. അപ്പോൾ അയാൾ എന്നോട് അഹമ്മദിയ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറയുന്നു. ഈ സ്വപ്നം കണ്ടതിനു ശേഷം എനിക്ക് തൃപ്തി കൈവന്നു. ഞാൻ ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ ചേർന്നു. ഇതുപോലെ തന്നെ യമനിലെ ഒരു വനിത ജമീല സാഹിബ, അവർ അഹമ്മദിയത്വ സ്വീകരിച്ച സംഭവം ആണ്. അവർ വിവരിക്കുന്നു, അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെടുത്തുന്ന വളരെ കാലം മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ ആയിരുന്നു. അവിടെ വെച്ച് എന്റെ താല്പര്യം സൂഫിസത്തിലേക്കായി. ഹസ്രത്ത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ രചനകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വിവരിച്ച ഏകാന്തതയുടെ രീതി അനുസരിച്ച് പ്രവർത്തിച്ച് എനിക്ക് ഒരുവിധം സമാധാനം കൈവന്നു. ആത്മീയതയുടെ അനുഭവം തോന്നുമായിരുന്നു. ആ രീതി ഇപ്രകാരമായിരുന്നു. ഇവർ അപ്രകാരമാണ് ദിക്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. 100 തവണ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും സൂറ ഇഖ്ലാസും ഓതിയതിനു ശേഷം 1000 തവണ സ്വലാത്തും ഇസ്തിഗ്ഫാറും ചൊല്ലുമായിരുന്നു. ഇത് ആ സൂഫികളുടെ രീതിയായിരുന്നു. പറയുന്നു, ഈ ഏകാന്തതയുടെ ദിവസങ്ങളിൽ ഒരു രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ചന്ദ്രനെ പോലുള്ള ഒരു വലിയ നക്ഷത്രം ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു. അത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് മേൽക്കൂര വഴി അത് ഞങ്ങളുടെ വീട്ടിലും പ്രവേശിച്ചു. ഞാൻ ഭയചകിതയും അത്ഭുത പരതന്ത്രയും ആയിരുന്നു. എന്റെ കണ്ണുകൾ തുറന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു സ്വപ്നത്തിൽ 5 നക്ഷത്രങ്ങളെ കൂടുതലായി കണ്ടു. അവ ഒരു നിരയായിക്കൊണ്ട് ഭൂമിയിൽ നടക്കുകയായിരുന്നു. എന്നാൽ അവ മുമ്പ് കണ്ട നക്ഷത്രത്തെ അപേക്ഷിച്ച് വലിപ്പത്തിൽ ചെറുതായിരുന്നു. ഏതായിരുന്നാലും ഇത് വ്യക്തമല്ല ജമീല സാഹിബക്ക്. എന്നിരുന്നാലും അനുമാനം ആദ്യത്തെ നക്ഷത്രം അവർ കണ്ടത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ആയിരുന്നു. മറ്റുള്ളവ 5 ഖലീഫമാരായിരുന്നു. പറയുന്നു, ഏതായിരുന്നാലും പിന്നീട് MTA മുഖേന ജമാഅത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ദാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. MTA കാണുന്നതിന് ഇടയ്ക്ക് എന്റെ ഹൃദയത്തിൽ ഹദ്റത്ത് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിനുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ട് ഇരുന്നു. എനിക്ക് ഈ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായി. അവിടുന്ന് തന്നെയാണ് കാലഘട്ടത്തിന്റെ ഇമാം. ഇതേ കാലയളവിൽ ഞാൻ അൽ ഹിവാറുൽ മുബാഷിർ എന്ന പരിപാടിയിൽ കേട്ടു, ഹദ്റത്ത് ഇമാം മഹ്ദിയുടെ സത്യസാക്ഷ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് ഇസ്തിഖാറ ചെയ്ത് അള്ളാഹുവിൽ നിന്ന് മാർഗദർശനം ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. അങ്ങനെ പറഞ്ഞ രീതി അനുസരിച്ച് ഞാൻ 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് ഉറങ്ങി. അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ മക്ക മുക്കറമയിൽ ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുക്കാണ്. ആളുകൾ തങ്ങളുടെ കാലിന്റെ ഏടികളിൽ നിന്ന് കാലുകൾ നീട്ടി ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ഉയർന്ന ശബ്ദത്തിൽ പറയുന്നു, ജനങ്ങളെ, നിങ്ങളുടെ ഇമാം വന്നിരിക്കുന്നു. ജനങ്ങളെ, ഇമാം മഹ്ദി വന്നിരിക്കുന്നു. ഞാനും ആ ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഹദ്റത്ത് ഇമാം മഹ്ദി അലൈഹിസ്സലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ഉയർന്ന പ്രദേശത്ത് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുഖം 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നതായിരുന്നു. കണ്ണുകളിൽ ദുഃഖത്തിന്റെ അവസ്ഥയായിരുന്നു. ഞാൻ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് ആ ഇമാം മഹ്ദിയുടെയും മസീഹെ മൗഊദിന്റെയും മുഖം ആയിരുന്നു. ഏതൊന്നാണോ ഞാൻ MTA-യിൽ കണ്ടത്. ഇത് കണ്ട ഉടനെ തന്നെ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഞാൻ ശക്തമായ നിലയിൽ കരയാൻ തുടങ്ങി. ഞാൻ ഈ സ്വപ്നം കാണുമ്പോൾ എന്റെ ഭർത്താവ് ഉണർന്നിരിക്കുകയായിരുന്നു. ഇവർ ഉറങ്ങുകയായിരുന്നു, സ്വപ്നം കാണുകയായിരുന്നു. ആ സമയത്ത് അടുത്തു തന്നെ ഭർത്താവ് ഉണ്ടായിരുന്നു, ഉണർന്നിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, നീ വളരെ വേദനയോടുകൂടി കരയുകയായിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ എന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. പറഞ്ഞു, ഈ സ്വപ്നത്തിനു ശേഷം എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി, സത്യം ഇത് തന്നെയാണ്, ഈ വ്യക്തി കാലത്തിന്റെ ഇമാം തന്നെയാണ്. അങ്ങനെ ഞാൻ
ഈ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈ ഇമാമിന് ബയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ചു. ഇവർ യമൻകാരിയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് വളരെയധികം അവസ്ഥ മോശമാണ്. കടൽ മാർഗവും വിമാനമാർഗവും അയൽ രാജ്യമായ സൗദി അറേബ്യ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ എല്ലാവിധത്തിലുള്ള സഹായം എത്തുന്നതിൽ നിന്നും തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്കളങ്കരായ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഭക്ഷണമില്ലാതെയും ചികിത്സക്കുള്ള സൗകര്യമില്ലാതെയും മരിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു. കാരണം ഇതാണ്, അവർ വന്ന ഇമാമിനെ വിശ്വസിക്കുന്നില്ല. ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ഇവരുടെ അവസ്ഥകൾ മാറ്റുമാറാകട്ടെ. സ്വാതന്ത്ര്യത്തോടും സ്വസ്ഥതയോടും കൂടി ഇവർ ശ്വസിക്കുന്നവരായി തീരട്ടെ. അള്ളാഹു ഇവരോട് കരുണ ചൊരിയട്ടെ. ചില സത്പ്രകൃതക്കാരായ ആളുകൾ ഹൃദയം കൊണ്ട് അഹമ്മദിയത്ത് ആണ് എന്ന് വിശ്വസിച്ചതിന് ശേഷവും ചില കാരണങ്ങൾ കൊണ്ട് ബൈഅത്ത് ചെയ്യാറില്ല. അള്ളാഹു ഏതു വിധത്തിലാണ് അവരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ച് ജമാഅത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് മാലിയിൽ നിന്ന് തന്നെ കായി റീജണിലെ മുഅല്ലിം എഴുതുന്നു, ഒരു സഹോദരൻ അബ്ദുൽ ഹൈ ജാബി സാഹിബിന്റെ ഒരു അടുത്ത സുഹൃത്ത് റംസാനുൽ മുബാറക്കിന്റെ അവസാന 10 പെട്ടെന്ന് മരണപ്പെട്ടു. അദ്ദേഹം ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം തന്റെ മരിച്ച ഈ സുഹൃത്തിനോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറയുന്നു, താങ്കൾ ഏതൊരു ജമാഅത്തിലാണോ പ്രവേശിക്കാൻ പോകുന്നത് അത് സത്യ ജമാഅത്താണ്. ഞാനും ഈ ജമാഅത്തിൽ ചേരുകയാണ്. അബ്ദുൽ ഹൈ ജാബി സാഹിബ് സ്ഥിരമായി നമ്മുടെ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നു. ഹൃദയം കൊണ്ട് അഹമ്മദിയായിരുന്നു. എന്നാൽ ഇതുവരെയും ബൈഅത്ത് ചെയ്തിരുന്നില്ല. എന്നാൽ ഈ സ്വപ്നത്തിനു ശേഷം അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ കായി ഷഹറിൽ നിന്ന് വളരെയധികം ദൂരത്തിലാണ്. നിങ്ങളുടെ റേഡിയോ കേൾക്കാറുണ്ട്, തബ്ലീഗ് കേൾക്കാറുണ്ട്. ഞാൻ ഇപ്രകാരം സ്വപ്നം കണ്ടിരിക്കുന്നു. എന്റെ ബൈഅത്ത് സ്വീകരിച്ചാലും ഇന്നു മുതൽ ഞാൻ അഹമ്മദിയാണ്. ഈജിപ്തിലെ ഒരു സഹോദരൻ മഹ്മൂദ് ഗരീബ് സാഹിബാണ്. പറയുന്നു, 9ാം വയസ്സ് മുതൽ ഞാൻ സ്വപ്നത്തിൽ ഒരു പ്രൗഢഗംഭീരമായ ശബ്ദം കേൾക്കുന്നു. അതിന്റെ ശബ്ദം ഇപ്പോഴും എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അത് കേട്ട് ഞാൻ ഭയപ്പെടുമായിരുന്നു. എന്നാൽ 2010 ഞാൻ MT അൽ അറബിയയെ പരിചയപ്പെട്ടപ്പോൾ അതിൽ ഷരീഫ് ഓദെ സാഹിബും മൂസ ഓദെ സാഹിബിന്റെയും ശബ്ദത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കേട്ടപ്പോൾ ഉടനെ മനസ്സിലായി, ഈ ശബ്ദം തന്നെയാണ് ഞാൻ എന്റെ 9ാമത്തെ വയസ്സ് മുതൽ എന്റെ സ്വപ്നങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനുശേഷം MTയെ കൂടുതൽ താല്പര്യത്തോടുകൂടി ഞാൻ കാണാൻ തുടങ്ങി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കലാമും അങ്ങയുടെ കസീദകളും എന്റെ ഹൃദയത്തിൽ ഗഹനമായ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ മുഖകമലം ഓർക്കുമ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ എന്റെ മുന്നിൽ വരുമായിരുന്നു. ഒരു ദിവസം ഞാൻ MTയെ കാണുകയായിരുന്നു. കൂടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോയും വന്നുകൊണ്ടിരുന്നു. ഞാൻ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കളോട് അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, താങ്കൾ എനിക്ക് സ്വയം പറഞ്ഞു തരിക, താങ്കൾ താങ്കളുടെ വാദത്തിൽ സത്യവാനാണോ അതോ അല്ലേ എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ എന്റെ ജോലിക്ക് പോയി. തിരിച്ച് ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ഉടനെ തന്നെ TV ഓൺ ചെയ്ത് MTയെ ഇട്ടപ്പോൾ അതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഉദ്ധരണി വായിക്കുകയായിരുന്നു. യാ ഖൗമി ഇന്നി മിനല്ലാഹ് ഇന്നി മിനല്ലാഹ് ഇന്നി മിനല്ലാഹ് വ ഉർഷിദു റബ്ബി അന്നി മിനല്ലാഹ്. എന്റെ സമൂഹമേ, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ്. ഞാൻ എന്റെ ഏകനായ റബ്ബിനെ സാക്ഷിയായിക്കൊണ്ട് പറയുന്നു, ഞാൻ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ എന്റെ കാൽമുട്ടുകളിൽ വീണു. അനിയന്ത്രിതമായ അവസ്ഥയിൽ ടിവിയിൽ തന്നെ ഹുസൂർ അലൈഹിസ്സലാമിന്റെ ഫോട്ടോയെ ചുംബിച്ചുകൊണ്ട് അലൈക്കസ്സലാം അലൈക്കസ്സലാം എന്ന് പറയാൻ തുടങ്ങി. ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ എന്റെ എല്ലാമായി അഹമ്മദിയത്ത് മാറി. പിന്നീട് അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഉർദുനിലെ ഒരു സുഹൃത്ത് ജബീൽ സറാൻ സാഹിബ് തന്റെ ബൈഅത്തിന്റെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, 1992 ഉമ്മത്തെ മുസ്ലിമക്ക് വിവിധ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ ഞാൻ രാവും പകലും ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരുന്നു, ശ്രേഷ്ഠ സമുദായത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത്ഭുതകരമായ കാര്യം, ശ്രേഷ്ഠ സമുദായം ആയിരുന്നിട്ടും മുസ്ലിങ്ങൾ ഭിന്നിപ്പിലും അധപ്പതനത്തിലും ആണ്. പരസ്പരം കലഹിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുകയാണ്. എന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരും, നമ്മുടെ ദീൻ ഇപ്പോൾ നാം കാണുന്നത് പോലുള്ള ദീനല്ല. നിശ്ചയമായും എന്തോ ഒരു കാര്യമുണ്ട്, അതിൽ നിന്ന് ഉമ്മത്ത് അശ്രദ്ധരായിരിക്കുകയാണ്.
പറയുന്നു, ആ രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, വഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ വഴി നേരെയുള്ളതും ഉറച്ചതുമാണ്. ആ സമയത്ത് ഒരു മോഡേൺ മെർസിഡീസ് കാർ വരുന്നു. അതിന് ഡ്രൈവറിന്റെ സീറ്റിനടുത്ത് ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹം എന്നോട് കാർ ഓടിക്കാൻ പറയുന്നു. ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഇട്ടുതരുന്നു, ഹദ്റത്ത് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയം ഉണ്ടാകാൻ തുടങ്ങുന്നു. വണ്ടി ഓടാൻ തുടങ്ങി. വഴിയിൽ പെട്ടെന്ന് അനേകം ഇരുണ്ട മുഖക്കാരായ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. വഴിയുടെ രണ്ടു ഭാഗത്തും ലൈനായി നിൽക്കാൻ തുടങ്ങി. അവരുടെ കയ്യിൽ നിസ്സാരമായ ആയുധങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഞങ്ങളെ മേൽ നിറയൊഴുക്കാൻ തുടങ്ങി. എന്നാൽ ഞങ്ങൾക്കൊന്നും ഒരു വെടിയുണ്ടയും ഏറ്റില്ല. തികച്ചും സുരക്ഷിതരായി ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾ എത്തി. പറയുന്നു, സ്വപ്നത്തിൽ തന്നെ ഞാൻ വണ്ടി നിർത്തിയിടുന്നു. അപ്പോൾ ഹദ്റത്ത് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം എന്നോട് പറയുന്നു, താഴെ ഇറങ്ങി വരിക, എന്നിട്ട് വണ്ടിയുടെ ഡിക്കി തുറക്കുക. ഞാൻ താഴെ ഇറങ്ങി തുറക്കുമ്പോൾ അവിടെ മരം കൊണ്ടുള്ള മനോഹരമായ ഒരു പെട്ടി കാണുന്നു. അതിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. വളരെ ഭംഗിയുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടി എന്നെ നോക്കുന്നു. ഞാൻ ഉണർന്നപ്പോൾ സ്വപ്നം കൊണ്ട് വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഹൃദയത്തിൽ പറഞ്ഞു, നിശ്ചയമായും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സന്ദേശമാണ്. ഞാൻ ഇതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം ചെയ്തു: പുതിയ വണ്ടി കൊണ്ടുള്ള ഉദ്ദേശം ജീവിതത്തിന്റെ പുതിയ യാത്രയാണ്. ഞങ്ങളെ വെടിവെക്കുന്ന ഇരുണ്ട ആളുകൾ കൊണ്ടുള്ള ഉദ്ദേശം ഈ പുതിയ യാത്ര കൊണ്ട് ശത്രുത കൊണ്ടുള്ള വാക്കുകളും അവസ്ഥകളുമാണ്. പിന്നീട് അതിന് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പെട്ടിയിൽ രഹസ്യങ്ങളാണ് സൂക്ഷിച്ചു വെക്കുക. 5 വയസ്സുള്ള കുട്ടി കൊണ്ടുള്ള ഉദ്ദേശം ചില സന്തോഷ വാർത്തകളാണ്. അത് 5 വർഷം കൊണ്ട് പൂർത്തിയാകുന്നതായിരിക്കും. പറയുന്നു, അത്ഭുതകരമായ കാര്യം ഇതാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, ഇദ്ദേഹം മനസ്സിലാക്കിയ വ്യാഖ്യാനം ഈ വിധത്തിൽ വെളിപ്പെട്ടു: അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെട്ടതിനു ശേഷം എന്റെ ജീവിതത്തിന്റെ പുതിയ യാത്ര ആരംഭിച്ചു. ഖിലാഫത്തെ ഖാമിസയുടെ അനുഗ്രഹീത കാലഘട്ടത്തിലാണ് എനിക്ക് ജമാഅത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. പറയുന്നു, ഞാൻ എന്റെ ഗ്രാമത്തിൽ ഒറ്റയ്ക്കുള്ള അഹമ്മദിയായിരുന്നു. ഞാൻ ഇമാം മഹ്ദി വെളിപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ സ്വന്തക്കാരും അന്യരും എല്ലാവരും എന്റെ ശത്രുക്കളായി മാറി. പള്ളിയിൽ നിന്ന് എനിക്കെതിരിൽ കുഫ്രിന്റെ ഫത്വകൾ പുറപ്പെടാൻ തുടങ്ങി. പിന്നീട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഈ യാത്രയുടെ പൂർത്തീകരണത്തിനായി എനിക്ക് സഹയാത്രികരെ നൽകിയാലും. അള്ളാഹു എനിക്ക് അത്തരത്തിലുള്ള നല്ല ആളുകളെ നൽകുകയുണ്ടായി. അവരെ എനിക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. എന്റെ യഥാർത്ഥ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരായി മാറുകയുണ്ടായി. മറ്റൊരു സുഹൃത്ത് ഉണ്ട്, മുഹമ്മദ് അബ്ദുള്ള സാഹിബ്. അദ്ദേഹം സിറിയക്കാരനാണ്. ഇപ്പോൾ കാനഡയിലാണ്. പറയുന്നു, ഞാൻ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. എന്റെ കസ്റ്റമേഴ്സിൽ ഒരാളുടെ മകനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹം യുവാവായ അഹമ്മദിയായിരുന്നു. അദ്ദേഹവുമായി ബന്ധം വർദ്ധിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെക്കുറിച്ചും അതിന്റെ പരിഷ്കരണ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു. അദ്ദേഹം എനിക്ക് ഇസ്ലാം മത തത്വജ്ഞാനത്തിന്റെ അറബി തർജുമ നൽകി. ഞാൻ ആ ഗ്രന്ഥം വായിച്ച് വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. അതിൽ ഉൾപ്പെട്ട ബുദ്ധിപരമായ കാര്യങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ഏകദേശം 1 വർഷത്തോളം ഞാൻ ജമാഅത്തിന്റെ വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം MTA അൽ അറബിയയും കാണാൻ തുടങ്ങി. 1 വർഷത്തെ ഗ്രന്ഥപാരായണത്തിനും MTA കാണുകയും ജമാഅത്തിന്റെ വിശ്വാസം താരതമ്യം ചെയ്യുകയും ചെയ്തതിനു ശേഷം എന്റെ ഹൃദയത്തിൽ അഹമ്മദിയ ജമാഅത്തിൽ ചേരണം എന്ന ആഗ്രഹം ജനിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ എന്റെ ആന്തരികമായ ശുദ്ധി കാരണം തന്നെ സ്വയം ഈ പരിശുദ്ധ ജമാഅത്തിൽ അംഗമാകാൻ യോഗ്യനായി മനസ്സിലാക്കിയില്ല. ഈ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള മാർഗത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ആ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ചില അഹമ്മദികളെ പരിചയപ്പെടുത്തി തരിക. അദ്ദേഹം തന്റെ വീട്ടിൽ വെച്ച് തന്നെ ചില അഹമ്മദികളുമായി കൂടിക്കാഴ്ചക്കുള്ള അവസരം ഒരുക്കി. അതിൽ ഒരു സുഹൃത്തുമായി ഇരുന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ആത്മീയമായ പരിണാമത്തിന്റെ മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്രകാരം തോന്നി: എന്റെ ആത്മീയദാഹത്തിന് ശമനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് സത്യസ്വപ്നങ്ങളുടെ ഈ കാര്യം ഉറപ്പായി കഴിഞ്ഞിരുന്നു. അള്ളാഹു എന്നെ ഒരിക്കലും പാഴാക്കുകയില്ല. തീർച്ചയായും അവൻ എനിക്ക് ഹിദായത്ത് നൽകും. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഇസ്തിഖാറ ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ദമിഷ്കിലായിരുന്നു. എന്റെ ഭാര്യ ഹൽവിറിൽ മറ്റു വീട്ടുകാരോടൊപ്പം താമസിക്കുകയായിരുന്നു. ഞാൻ ഇസ്തിഖാറ ആരംഭിച്ചതിനു ശേഷം എന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ കാലയളവിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്നോട് എന്തായാലും പറയണം. പറയുന്നു, കുറച്ചു കാലത്തിനു ശേഷം വന്ന ഒരു രാത്രി എന്നെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദറായി മാറുകയുണ്ടായി.
ഞാൻ അതിൽ ഒരു മഹത്തായ സ്വപ്നം കണ്ടു. ഞാൻ എന്റെ വളരെ മുത്തക്കിയായ ഒരു ബന്ധുവിനെ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം എനിക്കൊരു പേജ് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്നാണ്. ഞാൻ വളരെ താല്പര്യത്തോടുകൂടി അത് തുറന്നു. അതിൽ അപ്പോൾ എഴുതിയിരുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഉണർന്നു. അപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. എന്റെ നാവിൽ ഈ ആയത്തുണ്ടായിരുന്നു, ഉദ്ഖുലുഹ ബിസ്സലാമിൻ ആമിനീൻ. ഇതിൽ സമാധാനത്തോടുകൂടി നിർഭയനായി പ്രവേശിച്ചുകൊണ്ടിരിക്കുക. പറയുന്നു, ഇത് ജമാഅത്തിൽ പ്രവേശിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു. ഈ സ്വപ്നം വരാതിരിക്കുന്ന ഇമാം മഹ്ദിക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം എത്തിക്കുന്ന കാര്യത്തിലേക്കും സൂചന നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഏതായിരുന്നാലും എനിക്ക് ദൃഢവിശ്വാസമുണ്ടായിരുന്നു, ഇതെന്റെ ഇസ്തിഖാറക്കുള്ള മറുപടിയാണ്. അതിനുശേഷം ഞാൻ ബൈഅത്ത് ചെയ്തു. മറ്റൊന്ന് സിറിയയിൽ നിന്നുള്ള ഒരു വനിതയാണ്. അവർ പറയുന്നു, തന്റെ ബൈഅത്തിന്റെ സംഭവം വിവരിച്ചുകൊണ്ട്, അഹമ്മദിയത്തിനെ കുറിച്ച് അറിയുന്നതിനു മുമ്പ് ഞാനും എന്റെ സഹോദരിയും ഒരു ജമാഅത്ത് സത്യമാണെന്ന് ധരിച്ച് അതിൽ പ്രവേശിച്ചു. എന്നാൽ പിന്നീട് അറിയാൻ സാധിച്ചു, ആ ജമാഅത്ത് ശരീഅത്തിന്റെ പേരിൽ അവർ തങ്ങളുടെ ഒരു ശരീഅത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. പറഞ്ഞു, അള്ളാഹുവെ, ഇന്ന് നിന്റെ ശരിയായ ദീൻ എവിടെയാണ്? ഇന്ന് നിന്റെ സഹായം ഏത് ജമാഅത്തിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അനേകം ദിവസം ഈ ദുആ ചെയ്തതിനു ശേഷം ഒരു ദിവസം എനിക്ക് എന്റെ ശരീരത്തിൽ ഒരു മഹത്തായ പ്രകാശം പ്രവേശിച്ചതുപോലെ തോന്നി. ഈ അവസ്ഥ കണ്ട് പറയുന്നു, ഞാൻ എന്റെ ദുആ കൂടുതൽ തീക്ഷ്ണമാക്കി. കഠിനമായ നിലയിൽ വിലപിക്കുന്നത് കാരണം എന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങുമായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ കണ്ടു, ഒരാൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ആ അവസ്ഥയിൽ എനിക്ക് ഇപ്രകാരം തോന്നി, അദ്ദേഹം എന്നോട് അനുകമ്പ കാണിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ കണ്ട് ഹൃദയത്തിൽ പറഞ്ഞു, ഈ വ്യക്തി ആരാണ്? എന്നാൽ എനിക്ക് ഇതിനൊരു മറുപടിയും ലഭിച്ചില്ല. അടുത്ത ദിവസം ഞാൻ വീണ്ടും വളരെയധികം കരഞ്ഞു. ഏതുവരെ എന്നാൽ എന്റെ തേങ്ങൽ ഇല്ലാതായി. ആ സമയത്ത് എന്റെ മേൽ വീണ്ടും അതേ അവസ്ഥ ഉണ്ടായി. ഞാൻ അതേ വ്യക്തിയെ വീണ്ടും എന്നോടൊപ്പം കണ്ടു. മൂന്നാം തവണയും അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഞാൻ ഉയർന്ന ശബ്ദത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇപ്രകാരം കേണപേക്ഷിച്ചു, അള്ളാഹുവെ, ഈ സഹാനുഭൂതി കാണിക്കുന്ന വ്യക്തി ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. അദ്ദേഹത്തെ കൂടെ ഞാൻ എന്തുകൊണ്ടാണ് കാണുന്നത്? പറയുന്നു, ഈ ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് കുറച്ച് കാലത്തിനു ശേഷം ആണ് ലഭിച്ചത്. സംഭവിച്ചത് ഇപ്രകാരമാണ്. ഞാൻ എന്റെ സഹോദരിക്കും മാതൃ സഹോദരിക്കും കൂടെ ഇരിക്കുകയായിരുന്നു. അധികവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഇനി മസീഹ് മൗദ് വരേണ്ടതാണ്. ഞങ്ങൾ പറയുമായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ TV മുഖേന എവിടെ നിന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകും, മസീഹ് മൗദ് വന്നിരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നതിനു വേണ്ടി ഓടിച്ചെല്ലും. എന്നാൽ നമ്മുടെ മൗലവിമാർ TV കാണുന്നത് പോലും ഹറാമാക്കിയിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ അറബികളിൽ മൗലവിമാരുടെ ഈ ഫത്വയുമുണ്ട്, TV കാണുന്നത് ഹറാമാണ്. പറയുന്നു, അഥവാ TV കാണുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിവുണ്ടാവുക? പരസ്പരമുള്ള നീണ്ട ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മൗലവിമാരുടെ ഫത്വകൾക്ക് എതിരിൽ നിന്നുകൊണ്ട് TV വാങ്ങിക്കൊണ്ടുവന്ന് കാണാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരു വിസ്മയകരമായ സ്വപ്നം കണ്ടു. അതെന്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ കാണുന്നു, ഞാൻ ഒരു വലിയ മൈതാനത്താണ്. അപ്പോൾ കുറച്ച് ആളുകളെ ഒരു കാറിൽ വരുന്നതായി കാണുന്നു. അതിന്റെ മേൽക്കൂരയിൽ സാറ്റലൈറ്റ് ഡിഷ് സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ കാർ ആ മൈതാനത്ത് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് കുറച്ച് ആളുകൾ സാധനങ്ങൾ ഇറക്കി താഴെ വെക്കുന്നു. അതിൽ ഒരാൾ അറബികളുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അയാളുടെ മുഖം പ്രകാശിതമാണ്. പെട്ടെന്ന് ആ വ്യക്തി മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്ന് എന്റെ അടുത്ത് വന്ന് എന്നോട് പറയുന്നു, സഹോദരി, താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ മറുപടി പറയുന്നതിന് പകരം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പുതിയ TV ചാനൽ ആരംഭിക്കാൻ പോവുകയാണ്. താങ്കൾ അത് കാണുമോ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടില്ല, ഞാൻ തീർച്ചയായും കാണുന്നതായിരിക്കും. പറയുന്നു, ഈ സംഭാഷണത്തിന് ശേഷം എന്റെ കണ്ണുകൾ തുറന്നു. അടുത്ത ദിവസം ഞാൻ TV കൊണ്ടുവന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തു. ഓരോന്നായി വിവിധ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞാൻ തിരിച്ചറിഞ്ഞു, ഈ ചാനലുകളിൽ
ഒരു ചാനൽ തികച്ചും വ്യതിരിക്തമാണ്. എന്നല്ല, ഇത് മറ്റേതോ കാലഘട്ടത്തിലെ ചാനലാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഞാൻ മറ്റു ചാനലുകൾ ഉപേക്ഷിച്ച് കുറച്ചു സമയം ഈ ചാനൽ കാണാൻ തുടങ്ങി. ഈ ചാനൽ MT ആയിരുന്നു. അപ്പോൾ പരിപാടി അൽ ഹിവാർ അതിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രോഗ്രാം കാണുമ്പോൾ കൂടെ കൂടെ എന്റെ ദൃഷ്ടിയിൽ പരിപാടിയുടെ അവതാരകനിലേക്ക് ഉയരുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഇത് അതേ വ്യക്തി തന്നെയാണ്. ആരെയാണോ ഞാൻ വിശാലമായ മൈതാനത്ത് സാറ്റലൈറ്റ് ചാനൽ സ്ഥാപിക്കുന്നതായി കണ്ടത്. പിന്നീട് അദ്ദേഹത്തോട് സ്വപ്നത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ കാണും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. തന്റെ വാഗ്ദാനം ഓർത്ത് ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങി. അവസാനം ഈ ചാനലിന്റേത് തന്നെയായി മാറി. ഒരു ദിവസം ഞാൻ ശീലമനുസരിച്ച് അദ്ദേഹത്തിന്റെ പരിപാടി കാണുകയായിരുന്നു. അതിൽ ഇമാം മഹദി എന്നും മസീഹ് മൗഊദും എന്ന വാക്കുകൾ കേട്ട് ഉടനെ ശ്രദ്ധിച്ചു. ഇത്രയും ആയതോടെ TV സ്ക്രീനിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അത് ഇമാം മഹദിയാണെന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അതിന് താഴെ ഇമാം മഹദി എന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാം എന്നും എഴുതിയിരുന്നു. എന്റെ അന്വേഷണം കൂടുതൽ വർദ്ധിച്ചു. ഇത്രയും ആയപ്പോഴേക്കും ഇമാം മഹദിയുടെ മുഹമ്മദിന്റെ കലാമിൽ നിന്ന് ഒരു ഉദ്ധരണി സമർപ്പിച്ചു. ആദ്യ വചനം തന്നെ എന്റെ ജീവിതം മാറ്റിമറിക്കുന്നതിന് മതിയായതായിരുന്നു. അതിപ്രകാരമായിരുന്നു, വല്ലാഹി ഇന്നി മിനല്ലാഹ് ആതൈതുഹു വമാ ഇഫ്തറൈതു വഖദ് ഖാബ മൻ ഇഫ്തറ. അല്ലാഹുവാണ് സത്യം, ഞാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒന്നും തന്നെ കെട്ടിച്ചമച്ചിട്ടില്ല. തീർച്ചയായും കെട്ടി പറയുന്നവൻ പരാജിതൻ തന്നെയായിരിക്കും. ഈ വാക്കുകൾ കേട്ട ഉടനെ ഞാൻ അനിയന്ത്രിതമായി പറഞ്ഞു, ഇത് സത്യവാനായ വ്യക്തിയുടെ കലാമാണ്. നിശ്ചയമായും ഈ വ്യക്തി തന്റെ വാദത്തിൽ സത്യവാനാണ്. ഇദ്ദേഹം തന്നെയാണ് മസീഹ് മൗഊദും ഇമാം മഹദിയും. ഉദ്ധരണിക്കിടക്ക് തന്നെ വീണ്ടും ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫോട്ടോ കാണിച്ചപ്പോൾ ഇപ്രാവശ്യം അത് കണ്ട് ഞാൻ അവിടെ തന്നെ ഇതി കർത്തവ്യത മൂടയായി നിന്നുപോയി. ഈ വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് കശ്ഫിയായ അവസ്ഥയിൽ കണ്ടിരുന്നു. ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ, അള്ളാഹുവിന്റെ ശരിയായ ദീൻ ഇന്ന് എവിടെയാണ്? നിന്റെ സഹായം ഏത് ജമാഅത്തിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതേ വ്യക്തിയാണ് എന്നോട് അനുകമ്പ കാണിക്കാൻ വന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ പറഞ്ഞിരുന്നു, ഈ വ്യക്തി ആരാണ് എന്ന് ആർക്കറിയാം. അപ്പോൾ ടിവിയിൽ അതേ ഫോട്ടോ കണ്ട് എനിക്ക് എന്റെ കശ്ഫും അതിന്റെ വ്യാഖ്യാനവും മനസ്സിലായി. അള്ളാഹു എനിക്ക് അപ്പോൾ തന്നെ പറഞ്ഞു തന്നു, ഈ വ്യക്തിയുടെ ജമാഅത്തിന് നിന്ന് ദൈവിക സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ സത്യ ദീനിന്റെ പ്രതിനിധിയായ ജമാഅത്ത്. ഞാൻ കരഞ്ഞുകൊണ്ട് ഈ ഫോട്ടോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് താങ്കൾ തന്നെയാണ് ഇസ്ലാമിന് വേണ്ടി പ്രതിരോധത്തിന് ഉള്ളത്. താങ്കളെ ക്രിസ്ത്യാനികളുടെ കുഴപ്പങ്ങൾ നിന്ന് തടയുന്നു. താങ്കൾ തന്നെയാണ് സത്യവാദിയും മസീഹും. ഞാൻ സത്യമഹദിയും മസീഹും. ഞാൻ താങ്കളെ സത്യപ്പെടുത്തുന്നു, താങ്കൾക്ക് ബയ്യത്ത് ചെയ്യുന്നു. എന്നാൽ അപ്പോൾ എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബയ്യത്ത് ചെയ്യണം എന്ന നിർബന്ധ കാര്യം എനിക്കറിയുക പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കും ജമാഅത്തിനെ കുറിച്ചും പറഞ്ഞുകൊടുത്തു. അപ്പോൾ അധികം പേരും എന്റെ വാക്കുകളെ സീരിയസ് ആയി എടുത്തില്ല. എന്നാൽ എന്റെ സഹോദരനും മാതൃ സഹോദരിയും അനേകം ദിവസം MTയെ കണ്ടതിനു ശേഷം ബയ്യത്ത് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് എന്റെ മാതാവും സഹോദരങ്ങളും മറ്റു സഹോദരിമാരും ബയ്യത്ത് ചെയ്തു. ഇവരുടെ പേര് ഹനൻ ഇജാൻ സാഹിബ എന്നാണ്. ഈജിപ്തിലെ ഒരു സഹോദരൻ സയ്യദ് റക്കാസ് സാഹിബ് പറയുന്നു, അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെടുന്നതിന് കുറച്ചു കാലം മുമ്പ് ഞാൻ സ്വപ്നത്തിൽ തന്നെ സ്വയം ഒരു വലിയ മൈതാനത്ത് കണ്ടു. അവിടെ മനോഹരമായ ഒരു ടെന്റ് അടിച്ചിരിക്കുന്നു. അതിനു പുറത്ത് അനേകം ആളുകൾ അതിന്റെ സംരക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആ സുരക്ഷാഭടന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, താങ്കൾ ഇവിടെ എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അതുകൊണ്ട് താങ്കൾ തന്നെ പറഞ്ഞു തരിക, ഈ ടെന്റിൽ ആരാണ്? ആ സുരക്ഷാഭടൻ പറഞ്ഞു, ഈ ടെന്റിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ഇത് കേട്ട ഉടനെ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടായി, ശക്തമായ ഒരു ഭയം ഉണ്ടായി. കാരണം ഞാൻ ഈ മഹത്തായ സ്ഥലത്ത് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. എവിടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്? ഈ സമയത്ത് ഇടയ്ക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം മനോഹരമായ
മനോഹരമായ ഹൃദയകാരിയായ ശബ്ദം വരുന്നു. അവിടുന്ന് പറയുന്നു, താങ്കൾ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു, എന്നാൽ ഷേമയെ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചു വന്നത്? തയ്യാറാവുക, അവൾ വരുന്നു. ആ സമയം ടെന്റിന്റെ വാതിൽ തുറന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശീയ നിറത്തിലുള്ള പുതപ്പുതച്ച് പുറത്തു വന്നു. മറുഭാഗത്ത് നിന്ന് ഷേമ എന്നു പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി സ്കൂൾ യൂണിഫോം ധരിച്ചു വന്നുകൊണ്ടിരുന്നു. എല്ലാ സുരക്ഷാഭടന്മാരും 2 ലൈനായി നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആ പെൺകുട്ടിക്കും സ്വാഗതം ചെയ്യുന്നു. പറയുന്നു, ഞാൻ അന്ന് വരേക്കും സ്വപ്നത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഷേമ എന്നു പേരുള്ള പെൺകുട്ടി സ്വപ്നത്തിൽ വന്നതും എന്റെ ഈ ചിന്തക്ക് ഫലം നൽകുന്നതാണ്. ഇത് കേവലം പേക്കിനാവാണ്, വെറുതെ ഉണ്ടായ സ്വപ്നമാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞു, ആ കുട്ടി സ്വപ്നത്തിൽ ഉണ്ടായത് എനിക്ക് ഈ സ്വപ്നവും ഇതിനു ശേഷമുള്ള സ്വപ്നത്തിന്റെയും സത്യസാക്ഷ്യം വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു. പറയുന്നു, ഏതായിരുന്നാലും ഞാൻ ഈ സ്വപ്നത്തിൽ അത്രയൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയുകയും ചെയ്തില്ല. എനിക്ക് വിശ്വാസവും ഉണ്ടായിരുന്നില്ല. കുട്ടി വന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എനിക്ക് എന്തോ തെറ്റായ തരത്തിലുള്ള സ്വപ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആരോടും പറയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഞാൻ മറ്റൊരു സ്വപ്നം കണ്ടു. ഒരു പരിധിവരെ ആദ്യത്തെ സ്വപ്നവുമായി താദാത്മ്യമുള്ളതായിരുന്നു. ഞാൻ ഒരു ഗോതമ്പ് നിറം ഉള്ള ആളെ കണ്ടു. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? എന്നോട് പറയപ്പെട്ടു, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് കുറച്ചു കാലത്തിന് ശേഷം വഫാത്തായി. അങ്ങയെ കബറടക്കാൻ കഴിഞ്ഞു. അതിനുശേഷം കണ്ടു, വെള്ളി നാണയങ്ങളുടെ ഒരു കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു. ആളുകൾ ബക്കറ്റുകളിൽ നിറച്ച് തങ്ങളുടെ കബറുകളിൽ അത് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ശീലമനുസരിച്ച് സ്വപ്നത്തിനും പ്രാധാന്യമൊന്നും നൽകിയില്ല. കാരണം എനിക്ക് സ്വപ്നത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ആരോടും പറയുകയും ചെയ്തില്ല. എന്നാൽ മുകളിൽ പറഞ്ഞ 2 സ്വപ്നങ്ങളും എന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതനാക്കി. അതിതായിരുന്നു, ഞാൻ 2 സ്വപ്നങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നു. എന്നാൽ 2 സ്വപ്നങ്ങളിലും കണ്ട വ്യക്തികൾ വ്യത്യസ്തരായിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും ചിന്തിക്കുമായിരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വപ്നം സത്യമാണ് എങ്കിൽ എല്ലാ സ്വപ്നങ്ങളിലും അങ്ങയുടെ രൂപം എങ്ങനെ വ്യത്യസ്തമായി കാണാനാണ്? പറയുന്നു, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു പുസ്തക കടയിലായിരുന്നു. അവിടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. പുസ്തകങ്ങൾ തട്ടിക്കൊട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ പത്രങ്ങളും മാസികകളും ക്രമമായി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പത്രത്തിന്റെ ഒരു പേജിൽ ഒരു ഫോട്ടോ കണ്ട് ഞാൻ നിശ്ചലനായി പോയി. അത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു. അതൊരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. മറിച്ച് ഏതാനും ദിവസം മുമ്പ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ഷേമ എന്നു പേരുള്ള അതേ കുട്ടിയായിരുന്നു. എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട് ഞാൻ എന്റെ ചില സുഹൃത്തുക്കളോട് ഈ ഫോട്ടോയുടെ കഥ ചോദിച്ചു. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു, ഈ പെൺകുട്ടി ഏതാനും വർഷം മുമ്പ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചതായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. പത്രത്തിലോ ടിവിയിലോ വാർത്തകളോടൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ അപകടത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊന്നും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഷേമയുടെ ഫോട്ടോ കണ്ട് എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി. എന്റെ ആദ്യത്തെ സ്വപ്നം സത്യമായിരുന്നു. ഈ കുട്ടി സ്വപ്നത്തിൽ വന്നത് എനിക്ക് ഈ സ്വപ്നത്തിന്റെ സത്യതയെക്കുറിച്ച് ദൃഢവിശ്വാസമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ കാര്യത്തിലും വിശ്വാസമുണ്ടായി. ആദ്യത്തെ സ്വപ്നവും പോലെ തന്നെ രണ്ടാമത്തെ സ്വപ്നവും തീർച്ചയായും സത്യമാണ്. എന്നാൽ തനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല, അഥവാ രണ്ടാമത്തെ സ്വപ്നം സത്യമാണ് എങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തമായ രൂപം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അനേകം വർഷം കടന്നുപോയതിനു ശേഷം ഒരു ദിവസം ടിവിയിൽ വിവിധ ചാനലുകൾ കാണുകയായിരുന്നു. അങ്ങനെ MTA ലഭിച്ചു. അതിലപ്പോൾ പരിപാടി അൽഹിവാറിൽ മുബാഷിർ നടക്കുകയായിരുന്നു. അതിൽ ഈസാ നബിയുടെ മരണത്തെക്കുറിച്ചുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. മതപരമായ നിലയിലും പ്രത്യേകമായ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം വളരെ അത്ഭുതത്തോടുകൂടി കാണാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ഷെരീഫ് ഓദെ സാഹിബ് പരിപാടിയിൽ പറഞ്ഞു, ഇനി നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. അതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹ്ദി അലൈഹി ഇസ്ലാമിന്റെ ഒരു കസീദ കേൾക്കാം. കസീദക്കൊപ്പം വന്ന വ്യക്തിയുടെ ഫോട്ടോയും കാണിച്ചുകൊണ്ടിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതത്തെക്കാൾ ചെറുതായിരുന്നില്ല. ഇത് പൂർണ്ണമായും ആ വ്യക്തിയുടെ ഫോട്ടോ ആയിരുന്നു. ആരെയാണോ ഞാൻ രണ്ടാമത്തെ സ്വപ്നത്തിൽ കണ്ടത്. എന്നോട് പറയപ്പെട്ടിരുന്നു, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഈ യാഥാർത്ഥ്യം വെളിപ്പെട്ടതിനു ശേഷം ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. തന്റെ ഭാര്യയോടൊപ്പം നിന്നുകൊണ്ട് നിശബ്ദനായി MTA കണ്ടുകൊണ്ടിരുന്നു. ഒരു മാസത്തിനു ശേഷം ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, ഈ ജമാഅത്തിനെ കുറിച്ച് നിന്റെ ചിന്താഗതി എന്താണ്? അവർ പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ഈ ജമാഅത്ത് സത്യവും യഥാർത്ഥത്തിൽ അധിഷ്ഠിതവുമാണ്. ഇതിനുശേഷം ഞാൻ അവർക്ക് തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഏതൊന്നാണോ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ കുറിച്ച് കണ്ടത്. എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്നിരുന്നു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. കാരണം അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയും സത്യസന്ധനായ ദാസനുമായിരുന്നു. അതുകൊണ്ട് ചിലർ
സ്വപ്നത്തിൽ കണ്ടപ്പോൾ അതിന്റെ അർത്ഥം അങ്ങയുടെ വരവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ വരവാണ്. ഇത് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പറയുന്നു, ഞങ്ങൾ 8 മാസത്തോളം MTA കണ്ടുകൊണ്ടിരുന്നു, എന്നാൽ ഇതുവരെയും ബൈഅത്ത് ചെയ്തിരുന്നില്ല. ഒരു ദിവസം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, താങ്കൾ ബൈഅത്ത് ചെയ്യാൻ തയ്യാറല്ലേ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടില്ല. 2 ആഴ്ചകൾക്ക് ശേഷം എന്റെ ഭാര്യ വീണ്ടും എന്നോട് ചോദിച്ചു, താങ്കൾ ബൈഅത്ത് ചെയ്യാൻ തയ്യാറല്ലേ? ഞാൻ പിന്നീട് അതേ മറുപടി തന്നെ നൽകി, എന്തുകൊണ്ടില്ല, ഞാൻ തയ്യാറാണ്. ഇനി അഥവാ താങ്കൾ ബൈഅത്ത് ചെയ്യാൻ പോകുന്നില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ ഭാര്യയുടെ ഈ തുറന്ന സംസാരത്തിന് ശേഷം ഞാൻ ജമാഅത്ത് അംഗങ്ങളുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ബൈഅത്ത് ഫോറം പൂരിപ്പിച്ചു. ചില സമയത്ത് സ്ത്രീകളും പുരുഷന്മാർക്ക് ധൈര്യം നൽകാനും പെട്ടെന്നുള്ള ഹിദായത്തിനും കാരണമായി മാറുന്നു. ഐവറി കോസ്റ്റിൽ നിന്ന് ബാസിദ് സാഹിബ് നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, ഒരു ഗ്രാമം കച്ചാലുവിൽ സംഘം ഞങ്ങളുടെ ഇവിടെ വന്ന് തബ്ലീഗ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയുണ്ടായി. അടുത്ത ദിവസം ഒരു സംഘത്തോടൊപ്പം ആ ഗ്രാമത്തിലെത്തി. ഇശാ നമസ്കാരത്തിന് ശേഷം തബ്ലീഗിന്റെ പരിപാടി ആരംഭിച്ചു. രാത്രി 10 മണിവരെ തബ്ലീഗ് നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ചോദ്യോത്തരം രാവിലെ 3 മണിവരെ നീണ്ടുനിന്നു. ഈ പരിപാടിയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളുമായ വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു. ആളുകൾ വിചാരിക്കുന്നത് ആഫ്രിക്കക്കാര് വെറുതെ അങ്ങ് വിശ്വസിക്കും എന്നാണ്. 6 മണിക്കൂറുകൾ 5 മണിക്കൂർ ഈ പരിപാടി തുടർന്നു. അതിനുശേഷം അവർ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു. പറയുന്നു, ഗ്രാമത്തിലെ ചീഫ് മിസ്റ്റർ ജമാന്തെ മുഴുവൻ സമയവും തബ്ലീഗ് കേട്ടു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിന്റെ ഫലമായി അപ്പോൾ 160 ആളുകൾ ബൈഅത്ത് ചെയ്ത അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. പറയുന്നു, രാവിലെ 8 മണിക്ക് ഞങ്ങൾ ചീഫിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഗ്രാമത്തിലെ നവ അഹമ്മദികളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചീഫ് തന്റെ ഒരു സ്വപ്നം കേൾപ്പിച്ചു. അത് അദ്ദേഹം 1 വർഷം മുമ്പ്, അതായത് 2014 കണ്ടതായിരുന്നു. പറയുന്നു, ഞാൻ കണ്ടു, ഞാൻ തന്റെ വീട്ടിലിരിക്കുകയാണ്. 2 വെളുത്ത വിമാനം വരുന്നു. ഒന്ന് ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ദൂരെ വെച്ച് തിരിച്ചു പോകുന്നു. എന്നാൽ രണ്ടാമത്തേത് അദ്ദേഹത്തിനടുത്ത് ഒരു മരത്തിൽ ഇറങ്ങുന്നു. അദ്ദേഹം ഒരു കോണിയെടുത്ത് മുകളിലേക്ക് കയറുന്നു. വിമാനത്തിൽ മുസ്ലിങ്ങളാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവർ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ നൽകുന്നു. താഴെ വന്ന് അദ്ദേഹം ആ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയുള്ള സ്വർണമായി മാറുന്നു. ബാങ്കിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കണ്ണു തുറക്കുന്നു. ചീഫ് സാഹിബ് പറയുന്നു, അദ്ദേഹം ഈ സ്വപ്നം തന്നെ അനേകം മുസ്ലിം പണ്ഡിതന്മാർക്ക് കേൾപ്പിച്ചു. എന്നാൽ ഒരാളും തന്നെ അതിന് ബുദ്ധിപരമായ ഒരു വ്യാഖ്യാനവും നൽകിയില്ല. ഒരു അനഹ്മദി മൗലവി പറഞ്ഞു, ഈ സ്വപ്നത്തിൽ താങ്കൾ സ്വർണമാണ് കണ്ടിരിക്കുന്നത്, അത് നല്ല ശകുനമല്ല. അതുകൊണ്ട് താങ്കൾ എനിക്ക് 1 കിലോ സ്വർണം നൽകുക, താങ്കൾ രക്ഷപ്പെടുന്നതായിരിക്കും. സ്വയം പറഞ്ഞു, ഇത് താങ്കൾക്ക് സാധ്യമല്ല, താങ്കൾ 1 കിലോ സ്വർണം നൽകുക എന്നത്. അതുകൊണ്ട് നല്ലത് ഇതാണ്, എനിക്ക് 20,000 ഫ്രാങ്ക് സിഫ നൽകുക, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. രണ്ടാമത്തെ മൗലവി പറഞ്ഞു, താങ്കൾ 2 വെളുത്ത ആടുകളെ സദക്ക് നൽകുക. അപ്പോൾ നമ്മുടെ മുബല്ലിഗ് സാഹിബ് ഗ്രാമത്തിലെ ചീഫിനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തു. 2 വെളുത്ത വിമാനം കൊണ്ടുള്ള ഉദ്ദേശം 2 വെളുത്ത കാറുകളാണ്. അതിൽ ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയില്ല, എന്നാൽ രണ്ടാമത്തേത് നിങ്ങളുടെ ഗ്രാമത്തിലെത്തി. പറയുന്നു, എന്റെയും അമീർ സാഹിബിന്റെയും 2 പേരുടെയും വാഹനം വെള്ള നിറത്തിലുള്ളതാണ്. ആ ഗ്രാമത്തിൽ വരുന്നതിനു മുമ്പ് അമീർ സാഹിബ് ഞങ്ങളുടെ ദേശത്ത് വന്നിരുന്നു, എന്നാൽ പിന്നീട് വഴിയിൽ നിന്ന് തിരിച്ചുപോയി. തന്റെ വെളുത്ത കാറിൽ കോണി വെച്ച് മുകളിൽ കയറുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അങ്ങയുടെ ഇസ്ലാം പഠിക്കാനുള്ള ശ്രമമാണ്. താങ്കൾ രാവിലെ 3 മണിവരെ തബ്ലീഗ് കേട്ടു. ഗ്രന്ഥത്തിന്റെ കാര്യമാണ് ബാക്കിയുള്ളത്. വരാനിരിക്കുന്ന മഹദിയെ കുറിച്ച് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം നിധി വിതരണം ചെയ്യും. താങ്കൾക്കും ഈ സാഹിത്യം നൽകിയിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങൾ തന്നെയാണ് നിധി. ഈ വ്യാഖ്യാനം കേട്ട് ചീഫ് സാഹിബ് ചാടിയെഴുന്നേറ്റു. ഉടനെ അപ്പോൾ തന്നെ ഞാൻ അഹമ്മദി മുസ്ലിമാണെന്നും ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യുകയാണെന്നും പ്രഖ്യാപിച്ചു. മുശ്രിക്കീങ്ങൾക്കും അള്ളാഹു ഹിദായത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു. ഫ്രാൻസിൽ നിന്ന് ഒരു വനിത നാദിയ സാഹിബ പറയുന്നു, എന്റെ ഭർത്താവ് മുമ്പ് തന്നെ അഹമ്മദിയായിരുന്നു, എന്നാൽ ഞാൻ ബൈഅത്ത് ചെയ്തിരുന്നില്ല. കുറച്ചു കാലത്തിനു ശേഷം അഹമ്മദികളുടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമത്തിന്റെ വീഡിയോ കണ്ടു. അപ്പോൾ അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. ഞാൻ ചിന്തിക്കാൻ നിർബന്ധിതയായി തീർന്നു. ഞാൻ കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബകളും കേട്ടുകൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി, അള്ളാഹുവെ, നീ എനിക്ക് മാർഗദർശനം നൽകിയാലും. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ ഫ്രാൻസിലെ മസ്ജിദ് മുബാറക്കിൽ, അത് നമ്മുടെ അവിടെയുള്ള പള്ളിയാണ്, പള്ളിയുടെ ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. എന്റെ മർഹൂം പിതാവ് വരുന്നു, എനിക്ക് വിശുദ്ധ ഖുർആൻ സമ്മാനമായി നൽകുന്നു. വിശുദ്ധ ഖുർആനോടൊപ്പം ഒരു ഡോക്യുമെന്റും നൽകുന്നു.
ആ സ്വപ്നത്തിന് ശേഷം ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചു എന്റെ പിതാവ് എനിക്ക് നൽകിയ ഡോക്യുമെന്റ് അത് ബയ്യത്ത് ഫോറം ആയിരുന്നു. അങ്ങനെ ഞാൻ അത് കാരണം അഹമ്മദിയത്ത് സ്വീകരിച്ചു. അൾജീരിയയിലെ ഒരു സുഹൃത്ത് റിസ്വാൻ സാഹിബ് പറയുന്നു, അഹമ്മദിയത്തിനെ പരിചയപ്പെട്ടതിനു ശേഷം ഞാൻ പൂർണ്ണമായും MTA-യുടേതായി മാറി. എന്റെ വീട്ടുകാർ എന്നെ ഇതിൽ നിന്ന് തടയാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. തുടക്കത്തിൽ സംസാരം ഉപദേശം എന്ന നിലക്കായിരുന്നു. പിന്നീട് ഉപദേശം സമ്മർദ്ദമായി മാറി. എനിക്ക് ഈ ചാനലിൽ നിന്ന് വിട്ടുനിൽക്കാൻ താക്കീതായുള്ള കൽപ്പനകൾ ലഭിക്കാൻ തുടങ്ങി. ഞാൻ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഇസ്തിഖാറ ചെയ്തു. അപ്പോൾ ഒരു രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 5 ഖലീഫമാരും എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ മധ്യത്തിൽ ഇരിക്കുകയാണ്. ഏതായിരുന്നാലും സ്വപ്നം ചുരുങ്ങിയ നിലയിലായിരുന്നു. എന്നാൽ എനിക്കിതിൽ വ്യക്തമായ സന്ദേശമുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ഒരു സാധാരണ സ്വപ്നമാണ്. കാരണം നീ എപ്പോഴും ഈ ജമാഅത്തിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സ്വപ്നം ഉണ്ടായിരിക്കുന്നത്. ഞാൻ അവരുടെ വാക്കുകൾ കേട്ടു. എന്നാൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ആ കാര്യം സാധ്യമാണോ? ഞാൻ സയ്യിദിനെ വിളിക്കുകയും എന്നാൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ബക്കർ വരികയും ചെയ്യുക എന്നുള്ളത് ഇതൊരിക്കലും സാധ്യമല്ല. എങ്കിൽ പിന്നെ ഈ കാര്യം സാധ്യമാണോ? ഞാൻ അള്ളാഹുവിനോട് മാർഗദർശനത്തിനായി ദുആ ചെയ്യുകയും ആ മാർഗദർശനം എന്ന നിലയിൽ എനിക്ക് സ്വപ്നം വരികയും അത് ആ സ്വപ്നം ശൈത്താന്റെ ഭാഗത്ത് നിന്നായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പറയുന്നു. ഏതായിരുന്നാലും എനിക്ക് എന്റെ വീട്ടുകാരുടെ സംസാരത്തിൽ വിശ്വാസം വന്നില്ല. 2009 പിന്നീട് ഞാൻ ബയ്യത്ത് ചെയ്തു. ഏതായിരുന്നാലും ഇത് ഏതാനും ചില സംഭവങ്ങളാണ് ഞാൻ വിവരിച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അള്ളാഹു ഈ പുതുതായി വരുന്നവരുടെ ഈമാനിലും യഖീനിലും പുരോഗതി നൽകുമാറാകട്ടെ, ആത്മാർത്ഥതയിലും കൂറിലും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നാം മുമ്പ് അഹമ്മദികളായിട്ടുള്ളവർ നമ്മളിലും എല്ലാവരും ഇഖ്ലാസ് Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.